ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. സന്താപം തീർന്നിട്ടു അന്തമില്ലായുഗം കാന്തനുമായി വാഴുവാൻ. സന്താപം തീർന്നിട്ടു അന്തമില്ലായുഗം കാന്തനുമായി വാഴുവാൻ. ഉള്ളം കൊതിക്കുന്നേ പാദങ്ങൾ പൊങ്ങുന്നേ, ഉള്ളം കൊതിക്കുന്നേ പാദങ്ങൾ പൊങ്ങുന്നേ. എന്നിങ്ങു വന്നെന്നെ ചേർത്തിടും പ്രേമകാന്തൻ, എന്നിങ്ങു വന്നെന്നെ ചേർത്തിടും പ്രേമകാന്തൻ. എൻ പ്രിയ രക്ഷകൻ നീതിയും സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിയും സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മനോഹരമായൊരു ദിവസം സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നു. ഇന്നും തിരുവചനം കേൾക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടെ ഇരിക്കുവാൻ മുന്നമേ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. നമുക്കൊരു വേദവാക്യത്തിലേക്ക് വരാം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 28-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടന്ന് 7 തിരുമൊഴികൾ പറഞ്ഞു. ഇതിൽ 5-ാമത്തെ തിരുമൊഴിയാണ് നാം വായിച്ചു കേട്ടത്. ദൈവത്തിന് സ്തോത്രം. 95-ാം സങ്കീർത്തനത്തിൽ 5-ാമത്തെ വാക്യത്തിൽ ആ വാക്യം ഇപ്രകാരം പറഞ്ഞു: അവൻ സമുദ്രത്തിലെ സകല ജലവും ഉണ്ടാക്കിയവനാണ്. സമുദ്രം ഉണ്ടാക്കി, സമുദ്രത്തിലെ സകല വെള്ളങ്ങളും അവൻ ഉണ്ടാക്കിയവനാണ്. 36-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യം: നിൻ്റെ പക്കൽ ജീവൻ്റെ ഉറവുണ്ടല്ലോ എന്ന് വേദപുസ്തകം എഴുതി വെച്ചു. ജീവൻ്റെ ഉറവുള്ളവനാണ് കർത്താവായ യേശു ക്രിസ്തു. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ പിതാക്കന്മാർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു. ലക്ഷക്കണക്കിന് ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തിന് മരുഭൂമിയിൽ വന്നപ്പോൾ കുടിക്കുവാൻ ജലമില്ലാതെയായി. കർത്താവായ യേശു ക്രിസ്തു അവൻ പാറയെ പിളർന്നു. ഏകദേശം 20 ലക്ഷത്തോളം ആളുകൾക്ക് മരുഭൂമിയിൽ തൻ്റെ പ്രിയ മക്കൾക്ക് ദാഹജലം കൊടുത്തവനാണ് ഈ നല്ലവനായ ദൈവം. ദൈവമക്കളെ, മാത്രമല്ല യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ നാളിൽ കർത്താവായ യേശു ക്രിസ്തു നിന്നുകൊണ്ട് ജനത്തെ നോക്കി പറഞ്ഞു: അല്ലയോ ദാഹിക്കുന്ന ഏവരുമേ, നിങ്ങളെല്ലാവരും വരിക, ഞാൻ നിങ്ങൾക്ക് ദാഹജലം തരാം എന്ന് പറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തു എല്ലാവരെയും വിളിച്ചവനാണ്. ഞാൻ ഈ വാക്യങ്ങളെല്ലാം പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? ദൈവമക്കളെ, ഇങ്ങനെ വെള്ളങ്ങളെ മുഴുവൻ ഉണ്ടാക്കിയവൻ, സമുദ്രത്തിലെ സകല വെള്ളങ്ങളും ഉണ്ടാക്കിയവൻ, മരുഭൂമിയിൽ ലക്ഷക്കണക്കിന് ഏകദേശം 20 ലക്ഷത്തോളം ആളുകൾക്ക് ദാഹജലം കൊടുത്തവൻ ഇപ്പോൾ ക്രൂശിന്മേൽ ദാഹമുള്ളവനായി കിടക്കുകയാണ്. ഞാൻ ചിന്തിച്ചതും ധ്യാനിച്ചതുമായ ഒരു കാര്യം, അങ്ങനെയെങ്കിൽ ഈ കർത്താവായ യേശുക്രിസ്തുവിന് കേവലം ഒരൽപ്പം പുളിച്ചതായ ആ ചൊറുക്കയ്ക്കോ ഒന്നും ഇവൻ്റെ ദാഹത്തെ ശമിപ്പിക്കാൻ സാധ്യമല്ല. അങ്ങനെ ക്രൂശിന്മേൽ ഇരുകരങ്ങളും വിരിച്ച് കർത്താവായ യേശുക്രിസ്തു കിടക്കുമ്പോൾ അവൻ്റെ ശരീരത്തിലെ മുഴുവൻ രക്തവും അവൻ്റെ മുറിവുകളിലൂടെ താഴേക്ക് ഒഴുകുന്നുണ്ട്. മുഴുവൻ രക്തവും താഴേക്ക് ഒഴുകി വരുന്നു. അവൻ്റെ രക്തം മുഴുവൻ അവൻ്റെ ശരീരത്തിൽ നിന്ന് പോകുന്നത് നമുക്ക് ധ്യാനിക്കാവുന്നതാണ്, നമുക്ക് കാണാവുന്നതാണ്. മാത്രമല്ല, മണിക്കൂറുകൾ കർത്താവായ യേശുക്രിസ്തു ക്രൂശിന്മേൽ കിടന്നു. ഏകദേശം 3-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ കർത്താവായ യേശുക്രിസ്തു 6 മണിക്കൂർ ക്രൂശിന്മേൽ തൂങ്ങിക്കിടന്നു.
ദൈവമക്കളെ, അങ്ങനെ ഈ സൂര്യൻ്റെ ചൂടേറ്റ് 6 മണിക്കൂർ നല്ല നട്ടുച്ച സമയത്തെല്ലാം കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൽ നിന്ന് ജലം മുഴുവൻ ബാഷ്പമായി പോയിരുന്നുണ്ടാകാം. അങ്ങനെ നിർജ്ജലീകരണവും കർത്താവായ യേശു ക്രിസ്തുവിന് സംഭവിച്ചു, അഥവാ ഡീഹൈഡ്രേഷൻ എന്ന് നമ്മൾ പറയും. മാത്രമല്ല, സൂര്യൻ്റെ ചൂടേറ്റ് എക്സ്ട്രീം ഹീറ്റ് ഈ ക്രൂശിൽ കിടന്ന ഓരോ ശരീരവും അനുഭവിക്കേണ്ടി വരും. മാത്രമല്ല, ക്രൂശിൽ കിടക്കുന്ന ഓരോ വ്യക്തിക്കും ശ്വാസം കിട്ടാതെ പിടയും. കാരണം എന്താണ്? 2 കരങ്ങളിലാണ് ആ ശരീരത്തിൻ്റെ ഭാരം മുഴുവൻ താങ്ങുന്നത്, താഴെയുള്ള കാലിലും. അപ്പോൾ ഈ ശരീരം ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ ശ്വാസം കിട്ടാൻ വിഷമിക്കും. അങ്ങനെ അല്പം പ്രാണവായുവിന് വേണ്ടി പിടയുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവമക്കളെ നിങ്ങൾ ഒന്ന് ധ്യാനിക്കുമോ? മാത്രമല്ല, അവൻ്റെ ശരീരത്തിൽ ഉഴവുചാല് പോലെ കീറിയിട്ടുണ്ട്, ഓരോ ഭാഗവും അവന് വേദനിക്കുന്നുണ്ട്. ഇങ്ങനെ ക്രൂശിന്മേൽ കിടക്കുന്നവനായ കർത്താവിന് ദാഹമുള്ളവനായി മാറി. അവൻ താഴെ നിൽക്കുന്ന ആ ജനത്തോടുമായി, താഴെ നിൽക്കുന്ന പടയാളികളോടുമായി അവൻ വിളിച്ചു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. അവർ ഉടനെ ഒരു കാര്യം ചെയ്തു, അല്പം ചൊറുക്ക അവൻ്റെ ചുണ്ടിനോട് അടുപ്പിച്ചു. ദൈവമക്കളെ, ഈ അല്പം ചൊറുക്കയ്ക്ക്, അല്പം പുളിവീഞ്ഞിന് ദൈവത്തിന് സ്തോത്രം ഒരിക്കലും അവൻ്റെ ദാഹത്തെ ശമിപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുന്ന സമയം ഞാൻ ധ്യാനിപ്പാനും ചിന്തിപ്പാനും ആഗ്രഹിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടന്ന് എന്തിനെല്ലാം വേണ്ടി ദാഹിച്ചു എന്നുള്ളതാണ്. നമുക്ക് ഒരു വാക്യം വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അവിടെ എഴുതി വെച്ചു, അവൻ ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അവനെ ആരെയാണ് അനുസരിക്കുന്നത്? പിതാവാൻ ദൈവത്തെ. മരണത്തോളം പിതാവാൻ ദൈവത്തെ അനുസരിക്കുന്നവനായി പുത്രൻ മാറി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 42-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അത് ഗെത്സമനയിലെ അവൻ്റെ പ്രാർത്ഥനയാണ്. അതും കൂടെ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. 22:42. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെയാകട്ടെ. എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നടക്കണം. പിതാവും ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് നടക്കാനായി തന്നെ സമർപ്പിക്കുന്ന, തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന പുത്രൻ തമ്പുരാനെയാണ് നമ്മൾ ഗെത്സമനയിൽ കണ്ടത്. ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിച്ചു, മരണത്തോളം പിതാവാൻ ദൈവത്തെ, സ്വന്തം അപ്പനെ അനുസരിക്കുന്ന മകനായി യേശു ക്രിസ്തു മാറി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ ദാഹം എന്ന് പറയുന്നത് ഹി ഹാസ് എ തേഴ്സ്റ്റ് ടു ഒബേ ഹിസ് ഫാദർ. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന് അവൻ്റെ പിതാവിനെ അനുസരിക്കുവാനുള്ള ദാഹം, മരണത്തോളം അനുസരിക്കുവാനുള്ള ദാഹം. എൻ്റെ ദൈവമേ, മരിക്കേണ്ടി വന്നാലും എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം എന്താണോ അത് നിർവഹിക്കാനുള്ള അവൻ്റെ ദാഹം. ഈ ലോകത്തിൻ്റെ മുഴുവൻ പാപഭാരവും സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ, അത് ഏറ്റുവാങ്ങേണ്ടി വന്നാലും ശരി, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അത് ഞാൻ സാധിച്ചു കൊടുക്കുമെന്ന് പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി തന്നെ സമർപ്പിക്കുന്ന പുത്രൻ്റെ ദാഹം. പിതാവിൻ്റെ ഇഷ്ടം എന്താണോ അത് നിർവഹിക്കാനായി പുത്രൻ ദാഹിക്കുന്നു. ദൈവമക്കളെ, ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഈ കർത്താവായ യേശു ക്രിസ്തു സ്വന്തം പിതാവിൻ്റെ ഇഷ്ടം എന്താണോ അത് പരിപൂർണമായി നടപ്പിലാക്കുവാൻ തന്നെ സമർപ്പിച്ചു. ഈ തിരുവചനം കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ എന്ത് തീരുമാനം ഇന്നെടുക്കുന്നു? പിതാവാൻ ദൈവത്തിൻ്റെ താല്പര്യത്തിന് പുത്രൻ തമ്പുരാൻ പരിപൂർണമായി സമർപ്പിച്ചതുപോലെ യേശു ക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിന്, യേശു ക്രിസ്തുവിൻ്റെ താല്പര്യത്തിന്, യേശു ക്രിസ്തുവിൻ്റെ ഇച്ഛയ്ക്ക് നാം നമ്മെ തന്നെ സമർപ്പിക്കുമോ? ദൈവത്തിന് സ്തോത്രം. ഒരു വെല്ലുവിളിയായി ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ദൈവമക്കളെ, നിങ്ങൾ ഈ ചോദ്യത്തിന് എന്ത് മറുപടി കൊടുക്കും? പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹത്തിന്, പിതാവാൻ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന്, അവൻ്റെ ആഗ്രഹത്തിന് പുത്രൻ തമ്പുരാൻ പരിപൂർണമായി സമർപ്പിച്ചതുപോലെ യേശു ക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിന്, യേശു ക്രിസ്തുവിൻ്റെ താല്പര്യത്തിന് ഈ വചനം കേൾക്കുന്ന നാം ഓരോരുത്തരും നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുമോ? എന്താണ് യേശു ക്രിസ്തുവിൻ്റെ ഇഷ്ടം?
ദൈവമക്കളെ, അവൻ്റെ ഒന്നാമത്തെ ഇഷ്ടമെന്ന് പറയുന്നത് നാം ഓരോരുത്തരും അവൻ്റെ മക്കളായി തീരണമെന്നുള്ളതാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാക്കി തീരുവാനുള്ള അധികാരം അവൻ കൊടുത്തു. ഈ വചനം കേൾക്കുമ്പോൾ ആരെല്ലാം കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കും? ഗോകുൽത്തായിൽ കിടന്ന് പിടഞ്ഞവനെ, ദൈവത്തിന് സ്തോത്രം, അവസാന തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റിത്തന്നവനെ ആരെല്ലാം രക്ഷകനും നാഥനുമായി സ്വീകരിക്കും? അങ്ങനെ ആരെല്ലാം അവനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് അവൻ്റെ മക്കളായി തീരും? അവൻ്റെ ഒന്നാമത്തെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ വചനം കേൾക്കുന്ന നമ്മളേവരും അവൻ്റെ മക്കളായി തീരുക എന്നുള്ളതാണ്. രണ്ടാമത്തെ അവൻ്റെ ആഗ്രഹം എന്താണെന്ന് അറിയാമോ? അവൻ വിശുദ്ധനാണ്. അതുപോലെ നമ്മൾ ഓരോരുത്തരും വിശുദ്ധന്മാരായി ജീവിക്കണമെന്നുള്ളതാണ് പൊന്നു കർത്താവിൻ്റെ ആഗ്രഹം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവമക്കളെ, ഈ വചനം കേൾക്കുമ്പോൾ നാം നമ്മെ തന്നെ സമർപ്പിക്കുമോ? കർത്താവേ, ഞാൻ അശുദ്ധനായൊരു മനുഷ്യൻ, വിശുദ്ധിയുടെ ഒരു ഭാഗവും എനിക്ക് പറയാനില്ല, ഒന്നും എനിക്ക് പറയാനില്ല കർത്താവേ. എന്നാൽ നിൻ്റെ കൃപ കൊണ്ട് എന്നെ മൂടി, നിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് എന്നെ മൂടി, നിൻ്റെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകി എന്നെ വിശുദ്ധിയുടെ പടവുകളിലേക്ക് ആനയിക്കണമേ എന്ന് ആരെല്ലാം കണ്ണുനീരോടെ പ്രാർത്ഥിക്കും? ദൈവമക്കളെ, മൂന്നാമത്തെ അവൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിയാമോ? രണ്ടാമതാം അവൻ എഴുന്നള്ളി വരുമ്പോൾ അവന് വേണ്ടി നോക്കി പാർത്തിരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു എന്ന് വരുമെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. എന്നാൽ എന്ന് വന്നാലും ഈ തിരുവചനം കേൾക്കുന്ന ഓരോരുത്തരും അവൻ്റെ വരവിന് വേണ്ടി നോക്കി പാർത്തിരിക്കുന്നവരാകണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ ഇച്ഛകളും അവൻ്റെ ഇഷ്ടങ്ങളും എല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ദൈവമക്കളെ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ എന്തെല്ലാം തീരുമാനങ്ങൾ എടുക്കാനുണ്ട്, നമുക്ക് എന്തെല്ലാം സമർപ്പണം എടുക്കാനുണ്ട്. ഭക്തൻ പാടി എന്താണെന്നറിയാമോ? എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനെ, നിൻ്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണമേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, നിൻ്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണമേ എന്ന് പറഞ്ഞ് തന്നെ ഭക്തൻ ക്രൂശിൻ്റെ ചുവട്ടിൽ സമർപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ആരെല്ലാം സ്വന്തം വ്യക്തിപരമായ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി ഈ ഒരു സമർപ്പണം പറയുന്നുണ്ട്? കർത്താവേ, നീ പിതാവാൻ ദൈവത്തെ പൂർണ്ണമായി മരണത്തോളം അനുസരിച്ചതുപോലെ എൻ്റെ കർത്താവേ, നിന്നെ പരിപൂർണമായി അനുസരിപ്പാൻ എൻ്റെ ഇഷ്ടങ്ങളെല്ലാം താഴ്ത്തി വെച്ച് എൻ്റെ ഇഷ്ടം വേണ്ട, നിൻ്റെ ഇഷ്ടം മാത്രം നടക്കണമെന്ന് പറഞ്ഞ് ആരെല്ലാം തങ്ങളുടെ ജീവിതങ്ങളെ ക്രൂശിൻ്റെ ചുവടിൽ സമർപ്പിക്കുന്നുണ്ട്? ദൈവമക്കളെ, അങ്ങനെ സമർപ്പിക്കുന്ന ജീവിതങ്ങളെ കണ്ട് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ് ഈ ദൈവം. ദൈവത്തിന് സ്തോത്രം. ആരെല്ലാം വലിയ തീരുമാനത്തിലേക്ക് വരുന്നുണ്ട്? കർത്താവായ യേശുക്രിസ്തു തൻ്റെ സ്വന്തം പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ ദാഹിക്കുന്നത് പോലെ ദൈവത്തിന് സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും നാം ഓരോരുത്തരും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കണം. അതാണ് ഒന്നാമത്തെ അവൻ്റെ ആഗ്രഹം, അതാണ് ഒന്നാമത്തെ അവൻ്റെ ദാഹം. രണ്ടാമത്തെ അവൻ്റെ ദാഹം എന്താണ്? നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 15-ാമത്തെ വാക്യം. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. പത്രോസ് അപ്പോസ്തലൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണ സമയത്ത് അവനെ തള്ളിപ്പറഞ്ഞവനാണ്. 3 പ്രാവശ്യം പറഞ്ഞു, ഞാനവനെ അറിയുന്നില്ല, ഞാനവനെ അറിയുന്നില്ല, ഞാനവനെ അറിയുന്നില്ല. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. ക്രിസ്തു ഇതെല്ലാം കേട്ടുകൊണ്ട് വേദനയോടെ നിന്നു. തള്ളിക്കളഞ്ഞവനായ 3.5 വർഷം എൻ്റെ കൂടെ നടന്നു. പക്ഷേ അവസാനം എന്നെ തള്ളിക്കളഞ്ഞവനായ ശീമോൻ പത്രോസിൻ്റെ അടുത്തേക്ക് ഉയർത്തെഴുന്നേറ്റ യേശു സ്നേഹത്തോടെ നടന്നു വന്നു. എന്നിട്ട് ആ കടൽക്കരയിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്ന പത്രോസിനെ കണ്ടിട്ട് അവനോട് ചോദിക്കുന്ന ചോദ്യമാണ്, പത്രോസേ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അതിൻ്റെ അടുത്ത വാക്യം 21-ാം അധ്യായം 16-ാം വാക്യത്തിൽ യേശു ഒരു പടി കൂടെ താണിട്ട് വീണ്ടും പത്രോസിനോട് ചോദിക്കുകയാണ്. അതുകൂടെ നമുക്ക് വായിക്കാം. രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. കർത്താവായ യേശുക്രിസ്തു ചോദിക്കുന്നു, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ ഇവരിൽ അധികമായി എന്നുള്ളതെല്ലാം കർത്താവ് മറന്നു, അതെല്ലാം വിട്ടുകളഞ്ഞു. എന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ പത്രോസേ? വീണ്ടും അടുത്ത വാക്യത്തിൽ 3 പ്രാവശ്യം കർത്താവ് ചോദിച്ചു. അടുത്ത വാക്യത്തിൽ 21-ന്റെ 17. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ,
നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. നിനക്കെന്നോട് പ്രിയമുണ്ടോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഈ 3 വാക്യങ്ങൾ കേട്ടപ്പോൾ ഒരുപക്ഷെ പത്രോസിൻ്റെ ഹൃദയം തകർന്നു കാണും. ഞാൻ 3 വട്ടം തള്ളിപ്പറഞ്ഞു, എന്നാൽ 3 പ്രാവശ്യം എൻ്റെ സ്നേഹം കൊതിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു എൻ്റെ അടുത്തേക്ക് വരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, പത്രോസിൻ്റെ സ്നേഹം കൊതിച്ചുകൊണ്ട് 3 പ്രാവശ്യവും അവനോട് ചോദിച്ചുകൊണ്ട്, മകനെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? ഇതെല്ലാം ചോദിച്ചുകൊണ്ട് പത്രോസിൻ്റെ പിറകെയാണ് നടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ്റെ സ്നേഹം കൊതിച്ചുകൊണ്ട് അവൻ്റെ പിന്നാലെ ദാഹത്തോട് നടക്കുന്ന ക്രിസ്തു. ഹി ഹാസ് എ തേഴ്സ്റ്റ്. എന്തിനാണ്? ഫോർ ഹ്യൂമൻ ലവ്. മനുഷ്യൻ്റെ സ്നേഹം കൊതിക്കുന്ന കർത്താവ്, അവനൊരു ദാഹമുണ്ട്. എന്താണെന്നറിയാമോ? ഈ മനുഷ്യരെല്ലാം, ഈ മനുഷ്യകുലങ്ങളെല്ലാം അവനെ സ്നേഹിക്കണമെന്ന്. ദൈവമക്കളെ, ഞാൻ ഈ വചനം പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെയും സ്നേഹം കൊതിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ മുന്നിൽ നിൽക്കുന്നു എന്ന് നിങ്ങൾ ധ്യാനിക്കുമോ? എൻ്റെ സ്നേഹം കൊതിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച പ്രാണപ്രിയനായ യേശു എന്നോട് യാചിച്ചുകൊണ്ട്, മകനെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? മകനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? ഇതെല്ലാം ചോദിച്ചുകൊണ്ട് എൻ്റെ മുമ്പാകെ അവൻ നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ്റെ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, മനുഷ്യൻ്റെ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന ക്രിസ്തു, അതാണ് അവൻ്റെ രണ്ടാമത്തെ ദാഹം. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ആരെല്ലാം സമർപ്പണം പറയുന്നുണ്ട്? കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. അല്ല പ്രിയപ്പെട്ടവരെ, എത്രമാത്രം എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയുമോ? എൻ്റെ പ്രാണപ്രിയനായ കർത്താവേ, നീ എന്നെ മരണത്തോളം സ്നേഹിച്ചതുകൊണ്ട്, അവസാനത്തുള്ള ചോര വരെ ഊറ്റിത്തന്ന് നീ എന്നെ സ്നേഹിച്ചതുകൊണ്ട് എനിക്ക് നിന്നെ എത്രമാത്രം സ്നേഹിക്കാൻ കഴിയുമോ? അത്രത്തോളം ഞാൻ നിന്നെ സ്നേഹിച്ചു കൊള്ളാം കർത്താവേ എന്ന വലിയ സമർപ്പണം ഈ വചനം കേൾക്കുമ്പോൾ ആരെല്ലാം പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തീരുമാനത്തിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനം കേൾക്കുന്ന സമയം നിങ്ങൾക്ക് ഓരോരുത്തർക്കും തീരുമാനമെടുക്കാനുള്ള കൃപ തരട്ടെ. കർത്താവേ, എന്തുമാത്രം ഈ പാവപ്പെട്ട എനിക്ക് നിന്നെ സ്നേഹിക്കാമോ അത്രമാത്രം നിന്നെ സ്നേഹിപ്പാൻ ഞാൻ ഇന്ന് തീരുമാനിക്കുന്നു എന്നുള്ള വലിയ സമർപ്പണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, കർത്താവായ യേശു ക്രിസ്തുവിന് പിതാവാം ദൈവത്തെ അനുസരിക്കാനുള്ള ദാഹം. 2, കർത്താവായ യേശു ക്രിസ്തു മനുഷ്യൻ്റെ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നു. 3-ാമത്തെ കാര്യം എന്താണ്? നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. മറ്റൊരുവൻ വന്ന്, കർത്താവേ, ഇതാ നിന്റെ റാത്തൽ, ഞാനത് ഒരു ഉറുമാലിൽ കെട്ടിവെച്ചിരുന്നു. നീ വയ്ക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനാകൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു. ഒരു വാക്യം കൂടെ വായിക്കാം. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം 4-ാമത്തെ വാക്യം. നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ട് എന്നിരിക്കട്ടെ. അതിൽ 1 കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? ദൈവമക്കളെ, 100 ആടുണ്ടായിരുന്നു, ഒരെണ്ണം മാത്രം കാണാതെ പോയി. എന്നാൽ ഈ ഒരെണ്ണം കാണാതെ പോയി എന്ന് അതിനെ തള്ളിക്കളഞ്ഞില്ല. അതിനെ അന്വേഷിച്ച് നടക്കുന്ന ഇടയൻ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഞാൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഒരെണ്ണം പോയാൽ പോകട്ടെ എന്ന് വെക്കുന്നവനല്ല, അവൻ തേടി നടക്കുന്നവനാണ്. ആരെ തേടി നടക്കുന്നു? ഇവിടെ ആടിനെ തേടി നടക്കുന്ന കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ആടിനെ മാത്രമല്ല, നമ്മെ ഓരോരുത്തരെയും തേടി നടക്കുന്നു. നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളെ തേടി. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ ദാഹം അതാണ്. നഷ്ടപ്പെട്ടു പോയ ആത്മാക്കൾക്ക് വേണ്ടി കാൽവറിയിലെ ക്രിസ്തു ദാഹിക്കുന്നു. ഒരു വാക്യം കൂടെ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 6-ാം വാക്യം. അവിടെ നമ്മൾ കാണുന്നു ശമരിയാസ്ത്രീയുടെ കാര്യമാണ്. 4-ാം അധ്യായം 6-ാമത്തെ വാക്യം. അവിടെ യാക്കോബിൻ്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6 മണി നേരമായിരുന്നു. ദൈവമക്കളെ, നട്ടുച്ച സമയത്ത് ആ കിണറ്റിൻ്റെ വശത്ത് കർത്താവായ യേശു ക്രിസ്തു പാവപ്പെട്ട ശമരിയാസ്ത്രീയെ നോക്കി ഇരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നല്ല നട്ടുച്ച. അവന് ക്ഷീണമുണ്ട്, അവന് ദാഹം എല്ലാം ഉണ്ട്. എന്നാൽ ഈ ശമരിയാസ്ത്രീയെ നേടുവാനുള്ള ദാഹത്തോടെ ആ നട്ടുച്ചയ്ക്ക് കർത്താവായ യേശു ക്രിസ്തു അവളെ നോക്കിയിരിക്കുകയാണ്. ശമരിയാസ്ത്രീയെ മാത്രമല്ല, ശമരിയാസ്ത്രീയിലൂടെ നേടാനുള്ള ആത്മാക്കളെയും കർത്താവായ യേശു ക്രിസ്തു കാണുന്നുണ്ട്.
ആ ആത്മാക്കളെയും നോക്കി ദാഹത്തോടെ കർത്താവായ യേശു ക്രിസ്തു ആ കിണറ്റിൻ്റെ കരയിലിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അങ്ങനെ ഓരോരോ ആത്മാക്കളെ നേടാനുള്ള അവൻ്റെ ദാഹം, ക്രൂശിലെ അവൻ്റെ ദാഹം എന്തിനാണെന്നറിയാമോ? കേവലം അല്പം ചുറുക്കിക്ക് വേണ്ടിയല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാക്കൾക്ക് വേണ്ടി. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, എൻ്റെ ആത്മാവിനെ കർത്താവായ യേശു ക്രിസ്തുവിന് കിട്ടിയാൽ അവൻ്റെ ദാഹം അത്രയും ശമിക്കും. ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ആത്മാക്കളെ ഇന്ന് ഈ വചനം കേൾക്കുന്ന സമയം അവൻ്റെ മുറിഞ്ഞ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവമക്കളെ, അവൻ്റെ ദാഹം അല്പവും കുറയും, അത്രയും കുറയും. ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കുന്ന ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നു എന്ന് വിചാരിച്ചോ, നമ്മളോട് അയാൾ ചോദിച്ചു, എനിക്ക് ദാഹിക്കുന്നുണ്ട്, അല്പം വെള്ളം തരാമോ? സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു ഗ്ലാസ്സിൽ അല്പം വെള്ളം കൊണ്ട് കൊടുക്കും. ദൈവമക്കളെ, നമ്മൾ വെള്ളം കൊടുത്തില്ലെന്ന് വിചാരിച്ചോ, ഈ മനുഷ്യൻ എങ്ങനെ പോകും? ദുഃഖത്തോടെ പോകും. എങ്കിലും ഞാൻ അല്പം വെള്ളം ചോദിച്ചിട്ട് എനിക്ക് തന്നില്ലല്ലോ, ദുഃഖത്തോടെ പോകും. ഞാൻ ഇന്ന് ധ്യാനിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും സമീപത്ത് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മുറിഞ്ഞ കരങ്ങളും നീട്ടി, മകനെ, മകളെ, നിന്റെ ദേഹവും ദേഹിയും ആത്മാവും ഇന്നെൻ്റെ മുറിഞ്ഞ കരത്തിലേക്ക് ഏൽപ്പിച്ചു തരുമോ? എൻ്റെ ദാഹം തീർക്കാൻ നിന്റെ ദേഹവും ദേഹിയും ആത്മാവും എനിക്ക് തരുമോ എന്ന് ചോദിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. ദൈവമക്കളെ, നിങ്ങൾ ആ നീട്ടിയ മുറിഞ്ഞ കരങ്ങളിലേക്ക് നോക്കിയിട്ട് എന്തെല്ലാം അവനോട് പറയാനുണ്ട്. കർത്താവേ, നീ എനിക്ക് വേണ്ടി ദാഹിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. കർത്താവേ, ഇന്ന് ഈ വചനം കേൾക്കുന്ന സമയം എൻ്റെ ദേഹവും എൻ്റെ ദേഹിയും എൻ്റെ ആത്മാവും നിൻ്റെ വാണിപ്പാടുള്ള കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറയുന്ന ഓരോരുത്തരുമേ, അവൻ്റെ ദാഹം തീരട്ടെ, യേശുവിൻ്റെ ദാഹം ശമിക്കട്ടെ, യേശുവിൻ്റെ ദാഹം അല്പം കൂടെ കുറയട്ടെ. ആത്മാക്കൾക്ക് വേണ്ടി യേശു ദാഹിക്കുന്നു. ആരെല്ലാം തങ്ങളുടെ ജീവിതം യേശു ക്രിസ്തുവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ദൈവമക്കളെ, ഞാൻ ഒന്നുകൂടെ നിർബന്ധിക്കട്ടെ, ദാഹമുള്ളവനായി ഈ യേശുവിനെ നിങ്ങൾ കണ്ടിട്ട് മടങ്ങിപ്പോകരുത്. ആത്മാക്കളെ കൊടുക്കുക. ദേഹവും ദേഹിയും ആത്മാവിനെയും അവൻ്റെ മുറിഞ്ഞ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അവൻ ആത്മാക്കൾക്ക് വേണ്ടി മൂന്നാമതായി ദാഹിക്കുന്നു. അവസാനമായി ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ ദൈവമക്കളെ. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിച്ച വചനം തന്നെ 19-ാം അധ്യായം 28-ാമത്തെ വാക്യം വായിക്കാം. അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവമക്കളെ, തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിന് എനിക്ക് ദാഹിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അവന് ഒരു താല്പര്യമുണ്ട്, അവനൊരു ദാഹമുണ്ട്. എന്താണെന്ന് അറിയാമോ? അവൻ്റെ ദാഹം തിരുവെഴുത്തുകളെല്ലാം പൂർത്തിയാക്കണമെന്നുള്ള ദാഹം. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു 6 മണിക്കൂർ ക്രൂശിൽ കിടന്നു. ഞാൻ പറഞ്ഞു, ആ സമയം കൊണ്ട് ഏകദേശം 25-30 ഇടയിലുള്ള അനേക തിരുവെഴുത്തുകൾ നിവൃത്തിയായി. ദൈവമക്കളെ, വെള്ളിക്കാശിന് വിൽക്കപ്പെടും, ആ തിരുവെഴുത്ത് പൂർത്തിയായി. കള്ളസാക്ഷികൾ എഴുന്നേക്കും, പൂർത്തിയായി. കയ്യും കാലും കുത്തി തുളയ്ക്കപ്പെടും, അതും പൂർത്തിയായി. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ വസ്ത്രം പങ്കിട്ടും, അതും പൂർത്തിയായി. അങ്കിക്കായി ചീട്ടിടും, ആ തിരുവെഴുത്തും പൂർത്തിയായി. ഇങ്ങനെ 6 മണിക്കൂർ കൊണ്ട് ഏകദേശം 25-30 ഇടയിൽ ഈ തിരുവെഴുത്തുകളെല്ലാം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ടത് പൂർത്തിയായി. അവനൊരു താല്പര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഈ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും പൂർത്തീകരിക്കപ്പെടണം. ദൈവമക്കളെ, തിരുവചനം പൂർത്തീകരിക്കപ്പെടണമെന്ന് അതവൻ്റെ ദാഹമാണ്. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, വെളിപാട് പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവസാനമായി നമ്മോട് പറഞ്ഞ തിരുവചനമുണ്ട്. എന്താണെന്നറിയാം? 22-ാം അധ്യായം 20-ാമത്തെ വാക്യം, 22-20, അതുകൂടെ നമുക്ക് വായിക്കാം. ഇത് സാക്ഷീകരിക്കുന്നവൻ, അതേ, ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ഞാൻ വേഗം വരുന്നു എന്ന് അവൻ അരുളി ചെയ്യുന്നു. ഈ തിരുവെഴുത്തും പൂർത്തീകരിക്കാൻ അവന് ദാഹമുണ്ട്. അവൻ്റെ 4-ാമത്തെ ദാഹം തിരുവെഴുത്തുകളെ പൂർത്തീകരിക്കാനായി ദാഹിക്കുന്ന ക്രിസ്തു. ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്തവൻ. ദൈവത്തിന് സ്തോത്രം. ഈ തിരുവെഴുത്തും പൂർത്തീകരിക്കാൻ അവന് ദാഹമുണ്ട്. അവൻ വേഗം എഴുന്നള്ളി വരും. ദൈവത്തിന് സ്തോത്രം. അവൻ രാജാവായി വീണ്ടും എഴുന്നള്ളി വരും. ദൈവമക്കളെ, നമ്മളെ ഓരോരുത്തരെയും ചേർക്കാൻ യേശു കർത്താവ് വാനമേഘങ്ങളിൽ വരും. അനേക ദൂതന്മാരുടെ അകമ്പടിയോടെ പ്രാണപ്രിയനായ യേശു മധ്യാകാശത്തിൽ എഴുന്നള്ളി വരും. അന്ന് ഈ ഭൂമിയിൽ ജീവിതനോടെ ഇരിക്കുന്നവർ രൂപാന്തരപ്പെടും. കല്ലറയ്ക്കുള്ളിൽ
അവന് വേണ്ടി കാത്തിരുന്ന് മരിച്ചുപോയ വിശുദ്ധന്മാർ അവരും എഴുന്നേക്കും. ദൈവത്തിന് സ്തോത്രം. 2 കൂട്ടരും കൂടെ ചേർന്നിട്ട് മധ്യാകാശത്തിലൂടെ പറന്ന് വാനമേഘത്തിൽ എൻ്റെ പ്രാണപ്രിയനേക്കും. ദൈവത്തിന് സ്തോത്രം. ഈ വരവിന് വേണ്ടി ദൈവമക്കളെ അവന് ദാഹമുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ദാഹമുണ്ടോ? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഈ തിരുവചനം കേൾക്കുന്ന സഹോദര, നീ ദാഹിക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഒരു നാൾ എൻ്റെ പ്രാണപ്രിയൻ വന്ന് എന്നെ പറത്തിക്കൊണ്ടുപോകുന്ന ഒരു നാളുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം, ദാഹത്തോടെ ഒരുങ്ങാം. കർത്താവേ, നീ എന്ന് വന്നാലും നിന്നോടുകൂടെ പറന്നു വരുവാൻ, നിന്നെ എതിരേൽപ്പാനായി പറന്നു വരുവാൻ എനിക്ക് ഭാഗ്യം തരണമേ കർത്താവേ എന്ന് നമുക്ക് അവനോട് വാക്ക് പറയാം. എൻ്റെ കർത്താവേ, നീ വരുന്ന നാളിൽ എന്നെ മറക്കരുത് എന്ന് കള്ളൻ പറഞ്ഞതുപോലെ നമുക്കും അവനോട് സമർപ്പണം പറയാം. കർത്താവേ, നീ വരുന്ന നാളിൽ പറന്നുയരാനുള്ള കൃപ എനിക്ക് തരണമേ. നീ എന്നെ മറക്കരുതേ. പരിശുദ്ധാത്മാവ് എന്നെ പറത്തിക്കൊണ്ട് പോകണമേ. നിന്റെ പൊന്നുമുഖം കാണാനുള്ള ഭാഗ്യം എനിക്ക് തരണമേ. വിശുദ്ധന്മാരോട് കൂടെ, കോടാനുകൂടി മാലാഖമാരോട് കൂടെ ചേർന്ന് നിന്നെ സ്വർഗതീരത്ത് ആരാധിപ്പാനുള്ള ഭാഗ്യം എനിക്ക് തരണമേ. അതിനായി എൻ്റെ ജീവിതം ഒരിക്കൽ കൂടെ ഞാൻ നിൻ്റെ ആണിപ്പാടുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം.